ഈ വീട്ടിലെ വീട്ടുകാരൊക്കെ എന്തേ? ഇതന്നെയാണോ വീട്? ആണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. കാരണം അമ്മ അനവതേണ്ടി അയച്ചെന്നേക്കുന്ന മാപ്പാണിതേ. ഇനിയിപ്പോ ഗൂഗിളും വെച്ച് കള്ളം പറഞ്ഞതാണോ? നമ്മളെന്തിനാ ഡൗട്ട് അടിച്ചിരിക്കുന്നത്? നമുക്ക് അകത്ത് കയറി ചോദിക്കാലോ. നീ ഇങ്ങനെ തുറപ്പിച്ചാക്കാണ്ട് ഇങ്ങോട്ട് വന്നേ. ഹായ് ഗൈസ്. ആരാ? ശരി, ഞാൻ അഥർവ ജഗന്നാഥൻ, ഇത് അഗ്നി ജഗന്നാഥൻ. അയ്യോ പിള്ളാര്, എന്റെ ജഗുന്റെ മക്കള്. ഓശോ, ഇവരായിരുന്നു ഇത്. എത്ര കാലായി കണ്ടിട്ട്. അതെ ഏട്ടാ, മ്യാമമാരെ മനസ്സിലായോ മ്യാക്കൾക്ക്? പിന്നെ അല്ല മാമ, ജയേഷ് മാമനല്ലേ? അത് തന്നെ. എന്താ ഇവിടെ ഒരു ബളാഹം? എന്റെ മാനുട്ട, അത് ആരാ വന്നേക്കണേ നോക്കിയേ. അതിർവേട്ടോ, ഏതടി കള്ളി. പോയിട്ടോ എവിടുന്ന്? ഏട്ടന്റെ മോൻ അതാണോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലടാ. ഇന്നാളെ അപ്പുറത്തെ വീട്ടിലെ സരളേനെ വായി നോക്കി ഞാൻ കണ്ടാണ്. മാനോ, എക്സ്ക്യൂസ് മീ. അഗ്നിയേട്ടാ ഹായ്. എനിക്കൊന്ന് ഫ്രഷ് ആവണായിരുന്നു. ഏട്ടാ വാ. അഗ്നിക്ക് ഒരു മാറ്റമില്ലല്ലേ? പണ്ട് എങ്ങനെ തന്നെ ഇപ്പോഴും എങ്ങനെ തന്നെ. അത് മാറ്റം കൊറേ നോക്കിയതാണ് ലക്ഷ്മി അമ്മായി, പക്ഷെ മാറിയില്ല. പാവം കുട്ടി. ഏട്ടാ മോളിൽ കയറിട്ട് കിഴക്കേ ഭാഗത്തെ രണ്ടാമത്തെ മുറി. ഞാൻ എപ്പോഴത്തേനും ഏട്ടന്റെ ബാഗ് എടുത്തിട്ട് വരാം. ഏട്ട നടക്ക്. ഓക്കെ. മോനെ അഥർവ, വന്ന കാലി നിൽക്കാതെ നിന്ന കാലി ഇരിക്കൂ. ഓ, ഇങ്ങനെ ഇത് കൊളവാക്കും. അവനത് ശ്രദ്ധിക്കണ്ട. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ. സീതപ്പച്ചി. ഹലോ, താൻ പറയടൂ. ആ പ്രൊജക്റ്റ് എവിടെ വരെയായി? അയ്യോ കുഞ്ഞോളെ, മോളെ വാലോർന്നേ. കുഞ്ഞോളെ, ദീ എന്താ വാലോർന്നേ? ഞാൻ നിന്റെ ജഗന്നാഥൻ അങ്കിളിന്റെ മോനാണ്. ഞാൻ റൂം മാറി കരുതാം. സോറി. കുഞ്ഞോളെ, എന്താടി പറ്റിയത്? അത് മാനുവേട്ടൻ, ഞാനൊരു പാറ്റനെ കണ്ടതാ. ഓ, ഈ ദിനാറിനെ കടന്ന് ഒച്ച ഉണ്ടാക്കിയത്. നിന്റെ ഒച്ച കേട്ടാ തോന്നി ഏതോ ഒരു ചെക്ക നിന്റെ റൂമിൽ കയറി വന്ന് അവനെ കണ്ട് നീ ഒച്ച ഉണ്ടാക്കിയതാണ്. എന്റെ പൊന്നു കുഞ്ഞോളെ, കാലുവേദനയാണ് മനുഷ്യൻ. ഈ പടി കേറി വന്നിട്ട് അവളുടെ ഒരു പാറ്റ. നിങ്ങോട് വന്നേട മാനവേ. ദാ വരുന്ന അമ്മായി. ഇപ്പൊ പോയല്ലേ? ഇപ്പൊ പോയ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. കുറച്ചേരം കഴിഞ്ഞിട്ട് പോവാം. എടാ, ഇത് 1 മാസത്തേക്ക് തന്നെ അല്ലേ? എന്തേ? പക്ഷെ ഈ പെട്ടി കണ്ടാ തോന്നുന്നു 1 വർഷമാണെന്ന്. ഇത് കെട്ടിച്ചോന്ന് എങ്ങനെ വന്നറ നീ? അതിന് കെട്ടി ചമക്കേണ്ടൊന്നും വന്നില്ലല്ലോ. അതും ശരിയാണ്. അല്ല, അഗ്നി എന്തേ? ഈ പടി വരെ ഞാൻ കൊണ്ടെത്തിച്ചാണ്. പിന്നെ ഇതെവിടെ പോയി? അങ്ങനെ അതുകൊണ്ട് പറയല. ഇപ്പൊ എവിടെയാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവാം. സോ ഡോണ്ട് വെറി, അത് കുറച്ച് കഴിയുമ്പോ നമ്മളിവിടെ തന്നെ എത്തും. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാടാ. പെട്ടി റൂമിൽ വെച്ചിട്ട് നമുക്ക് ടെറസിൽ പോവാം. ഓക്കേ. അവര് പോയി. പോയല്ലോ, 1 മിനിറ്റ്. ഇനി എന്താ? അതുണ്ടല്ലോ, ഇതെന്തൊരു മനുഷ്യനാണ്. അയ്യേ, എന്റെ ശരീരം മൊത്തം കണ്ടിട്ടുണ്ടാവോ? അയ്യേ, നാണക്കേട്. എന്റെ മാനവേ, ശ്രാവണപ്പോ വരാടാ. ആർക്കറിയാം, ഇന്ന് തന്നെ വരും എന്തായാലും. എടാ, 1 മിനിറ്റ്. ഹേ ഗോ.
തന്നെ ഈ സാരിയിൽ കാണാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. എന്തെങ്കിലും അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നേ എന്നെ മനസ്സിലായോ? നിന്നെ ഞാൻ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളതാണ്. നീ ആരുടെ കാര്യം നീ പറയണത്? എന്തായാലും ഇത് എന്റെ ഏതെങ്കിലും ഒരു മുറപ്പെണ്ണായിരിക്കും, അങ്ങനെ ഇട്ടോക്കിയതാ. എടാ നായെ, നീ വിചാരിക്കണ പോലെ അല്ലേ ഇത്. വേണ്ടാണ്ടിരിക്കേ. ഈ വെയിലത്ത് ഈ താമര പോലുള്ള ശരീരം എന്തിനാ കറുപ്പിക്കാൻ നോക്കുന്നേ? അകത്തോട്ട് കയറി വാ. താമര നിൽക്കുന്ന കുളത്തിലെ വെള്ളം വേണമെങ്കിൽ ഞാനാവാം. ആ വെള്ളം നിന്റെ ഏട്ടനായിക്കോളും. സ്വന്തം ഏട്ടത്തിയുടെ മൂത്തൊക്കി എന്താടി പറയുന്നത്? ഏട്ടത്തെയോ? ആ, നിന്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഇതിനെയാണ്. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞേച്ചി, ഏട്ടനോട് ഇത് പറഞ്ഞു കൊടുക്കരുത്. ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കാം. അയ്യോ ആദി, എന്തേ കാണിക്കുന്നേ? നീ എണീറ്റേ. അയ്യോ, എന്നെങ്ങനെ അറിയാ? നിന്നൊക്കെ ഞാനല്ലേ എടുത്ത് നടന്നേ, അപ്പൊ എനിക്ക് അറിയില്ലേ. സോറി ഏട്ടത്തി. സാരില്ല. കുഞ്ഞോളെ, മുത്തശ്ശൻ അടിയിലോട്ട് വിളിക്കുന്നുണ്ട്. ആ, ദാ വരുന്നടാ. പിന്നില്ല കുഞ്ഞോളെ, ഇപ്പൊ രണ്ടുപേര് വന്നു. അവര് രണ്ടുപേരും ട്വിൻസാ കുഞ്ഞോളെ. രണ്ടുപേരുടെ മുഖം ഒരുപോലെ. പിന്നെ ട്വിൻസുകൾക്ക് ഒരേപോലെ ഇല്ലടാ മുഖം ഉണ്ടാവാ. നിനക്ക് രണ്ട് ട്വിൻസ് ഉള്ളതല്ലേ? പക്ഷെ കുഞ്ഞോളെ, അവറ്റകൾക്ക് രണ്ടിടത്തിന് ഒരേ മുഖമല്ലല്ലോ. അത് ശരിയാണല്ലോ. ആ, അതല്ല ഞാൻ പറഞ്ഞത്. അതെ, കുഞ്ഞു കുട്ടികൾ കുഞ്ഞു വയൽ കുഞ്ഞു സംസാരം സംസാരിച്ചാൽ മതി. വലിയ സംസാരങ്ങളൊന്നും വേണ്ട. നിങ്ങടെ വന്നേ. എങ്ങുമില്ലാത്ത ചോദ്യങ്ങൾ ഡൗട്ടായിട്ടും വരും അവൻ. ഈശ്വര, ആദ്യക്കൂട്ടം പറഞ്ഞത് ശരിയാണല്ലോ. രണ്ടുപേരുടെ മുഖം ഒരുപോലെ. ഇതില് ആരായിരിക്കും അയാള്? ആ, വന്നല്ല വനമാല. ദേ, ഇത് സരസ്വതി അപ്പച്ചിയുടെ മോളാണ്. ഓ, അപ്പൊ ഇതാണ് എന്റെ ഏട്ടത്തി. ഇതല്ല ആള്. അപ്പോ അതാണോ? ആ, ഇതന്നെ കാമപിശാച്. നോക്ക്. മോന അഗ്നി, അഥർവ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരൊക്കെ ആരാന്നറിയോ? എല്ലാവരും പേര് ഓർമ്മയുണ്ട് മുത്തശ്ശ, പക്ഷെ മുഖം. ശരി, എന്നാ മുത്തശ്ശൻ പറഞ്ഞുതരാം. ഇത് മുത്തശ്ശന്റെ രണ്ടാമത്തെ മോനും ഭാര്യ ജയരാമൻ, ലക്ഷ്മി. അവര് രണ്ടുപേരുടെ മക്കള് മാനവ്, മൈഥിലി. ഇത് മുത്തശ്ശന്റെ മൂന്നാമത്തെ മോള് സാവിത്രി. സാവിത്രിയുടെ ഭർത്താവ് സുരേഷ്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് മക്കളാണുള്ളത്, കൈലാസും കാർത്തി. കാർത്തി ഇവിടെ എത്തിയിട്ടുണ്ട്, കൈലാസ് വൈകും. പിന്നെ മുത്തശ്ശന്റെ നാലാമത്തെ മോള് സരസ്വതി. അവളുടെ ഭർത്താവ് പ്രകാശ് മരിച്ചുപോയി. അവരുടെ മക്കളാണ് ബാസുരിയും ഭദ്രയും. അഞ്ചാമത്തെ മോൻ ജഗദീഷ്. അവൻ ഗൾഫിലാണ്, വരുമ്പോ വൈകും. വന്നു കഴിയുമ്പോ മുത്തശ്ശൻ പരിചയപ്പെടുത്തി തരാം. ആറാമത്തത് സീത. സീതയുടെ ഭർത്താവാണ് രമേശ്. ആ സുരേഷിന്റെ ഇരട്ട സഹോദരനാണ് ഈ രമേശ്. ഇവരുടെ മക്കളാണ് ചാർമികയും ശരണും. പിന്നെ മുത്തശ്ശന്റെ ഏഴാമത്തെ അഥവാ അവസാനത്തെ മോൻ ജയേഷ്. അവന്റെ ഭാര്യ രേഷ്മ. അവർക്കൊരു ആൺകുട്ടിയും പിന്നെ രണ്ട് ഇരട്ടക്കള, ഒരാണും ഒരു പെണ്ണും. ഇപ്പോ സംശയങ്ങളൊക്കെ മാറിക്കാണുന്നു മുത്തശ്ശൻ വിചാരിക്കണു. ആ മുത്തശ്ശ മാറി. അച്ഛാ, തിരുമേനി വിളിക്കണു. എന്നാ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. ഞാൻ തിരുമേനോട് സംസാരിച്ചിട്ട് വരാം. തിരുമേനി, എല്ലാം ഭംഗിയായിട്ട് നടക്കില്ലേ? ഇല്ല തിരുമേനി, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. നിശ്ചയം ഗംഭീരമായിട്ട് നടക്കട്ടെ. ശരി തിരുമേനി. ആ, പിന്നെ വീട്ടിലിപ്പോ ആരെങ്കിലും വന്നോ? ആ, മൂത്ത മോനിലെ ജഗന്നാഥൻ. അവന്റെ രണ്ട് പിള്ളേര് വന്നിട്ടുണ്ട്. അവരെ ജാതകം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുതരണം. ആ തിരുമേനി. ഞാനില്ല ഈ കളിക്ക്. നിങ്ങൾ ആരെങ്കിലും പോയി നോക്ക്. വാടാ നോക്കാം. ആ, വാ. മാനവേട്ടാ. അയ്യോ, ഏയ്, that was unexpected. ഒന്നും കൂടി ഓടിപ്പോയിട്ട് ഒന്നും കൂടി ഓടി വരോ? ഞാൻ അപ്പൊ നന്നായിട്ട് പിടിക്കാം. വൃത്തിയേട്ടവനെ. എന്താ? ഒന്നില്ലടാ. ഹായ് എന്റെ പിള്ളേര് സച്ചു, സാനു, ശാലു. ഹായ് അപ്പച്ചി. ഹായ് എന്റെ സരസു. Hey,
ഞങ്ങളുടെ പിള്ളേരെ മാത്രം കണ്ടുള്ളൂ, ഞങ്ങളെ കണ്ടില്ലേ? അയ്യോ ശ്രീദേവി കേറി വാ. അല്ലേ എന്റെ നാത്തൂനെ, ഇവർക്ക് നമ്മുടെ പിള്ളേരെ മാത്രം മതി, നമ്മളൊന്നും വേണ്ട. നാത്തൂൻ കേറി വാ. ആ സാവിത്രി നാത്തൂനെ വാ, സംസാരിക്കാനുണ്ട് കുറെ. ആ പിന്നെന്താ? ഹാ പരദൂഷണ കമ്മിറ്റി ലെഫ്റ്റ്. ജഗദീഷേ ആ ഏട്ടാ കേറി വാടാ. ഹാ സച്ചു, ഞങ്ങ പറഞ്ഞതല്ലേ നിന്നോട് നേരത്തെ വരാനായിട്ട്, നീ എന്തൊരു ഇപ്പൊ കയറി വരണേ? ഓ പിന്നെ ഗൾഫിൽ നിന്ന് ഇവിടെ വരാത്താനായിട്ട് പിന്നെ കുറെ നേരം എടുക്കൂലേ? അപ്പൊ ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ച് വരാൻ നോക്കണം മിസ്റ്റർ. അതെന്ത്, നിന്റെ അമ്മായി പിന്നെ ഹെലികോപ്റ്റർ കമ്പനി ഉണ്ടാ? ചിലപ്പോ ഉണ്ടാവണമെന്നില്ലല്ലോ. ഉണ്ടാവണമല്ലോ. ഓ നിനക്ക് തടവയ്യേ, അതൊക്കെ അടക്കട്ടെ. അമേരിക്കയിലുള്ള ഞാനിവിടെ എത്തിയല്ലോ, അപ്പൊ നിനക്കും വരാവുന്നതല്ലേ ഉള്ളൂ. ഇതെന്തൊരു കഷ്ടാണ്. എന്റെ അമ്മ സമ്മതിക്കണ്ടേ? അമ്മ സമ്മതിച്ചില്ലല്ലേ നേരത്തെ വരാൻ പറ്റൂ. ഓ നിന്റെ അമ്മ ഡാർക്കാണ്. ആ കേറി വാ നീ. ആ ദാ വരുന്നു. വെയിറ്റ്, ഹായ് ഡാർലിംഗ്, എന്താ പേര്? കേടാ ഇവന് പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ മാത്രം എന്താ ഇങ്ങനെ ടോൺ വരണേ? ആ അത് കഴപ്പാ. ആ അതെനിക്ക് തോന്നി, എന്റെ പെങ്ങളോട് തന്നെ വേണം, അതും ഇവളോട്. ശാലിനി. ഓ യു ആർ മറ്റേ ശാലിനി ഉണ്ണികൃഷ്ണൻ. തന്തന മാറ്റാൻ നോക്കുന്നോ? എന്റെ തന്തയുടെ പേര് ജഗദീഷ് എന്നാ. ഓ സിലി, ഞാൻ തമാശ പറഞ്ഞതല്ലേ. ദജക്ക മേലെങ്ങാനും തൊട്ട ചെവള നോക്കി ഞാൻ ഒരു പൊട്ടിക്കല് തരും. അറിയാണ്ട് തൊട്ട് പോയതാ, ആരോടും പറയണ്ട. പൊക്ക പൊക്ക. മോനെ ഇവിടെ ആരും കണ്ടില്ല, ഞങ്ങ മാത്രം കണ്ടുള്ളൂ. അത് മതിയിലോ. നിനക്ക് എന്തെങ്കിലും കണ്ണുണ്ടൂടെ? ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, സോറി. ഓ ഇതെന്ത് സാധനാണ്? കുഞ്ഞോളെ ഷാനു അങ്ങോട്ട് നീങ്ങിരുന്നേ. അയ്യോ എന്താ ബേബി പറ്റിയത്? എന്റെ ബേബിനെ ആരോ ചൂടാക്കിയത്? ഷാനു നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അയാളെ കണ്ടോ? ആ കണ്ടു. എന്തേ? അത് പിന്നെ ഉണ്ടല്ലോ. ഓ അപ്പൊ ഇവൻ എന്നോട് മാത്രല്ല നിന്നോടും ചെയ്തു അല്ലേ? നിന്നോടെന്താ ചെയ്തേ? ഞാൻ വന്ന വശം തന്നെ മാനവേട്ടനെ പിടിക്കാൻ പോയപ്പോ മാനവേട്ടൻ മാറിക്കളഞ്ഞു. ഞാൻ നേരെ പോയത് അവന്റെ മേത്താ. ഞാൻ അവന്റെ മേത്ത് വീണു. എന്നിട്ട് അവൻ എന്നോട് പറയോ ഒന്നും കൂടി ഓടി വരാം, മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റില്ലാന്ന്. കാമാന്തകൻ, കാമപ്രാണൻ, കാമരാക്ഷസൻ, കാമപിശാശ്, കാമരാജ യൂണിവേഴ്സിറ്റി, പട്ടി തെണ്ടി ചെറ്റാന്നറിയ അലവലാതി. ഇതിപ്പോ ഞാനാണോ പറയണ്ട അവളാണോ പറയണ്ടേ? അവനുള്ള പണി നമുക്ക് കൊടുക്കാടി. ഓക്കെ. പണിന്നല്ലേ ഞാൻ കേട്ടത്? ആരത്? എന്റെ ആദിക്കുട്ടോ. ഹായ് ഡാർലിംഗ് ഷാനു. എങ്ങനെ പോണേടാ കോഴിത്തരങ്ങളൊക്കെ? ഇപ്പത്തെ പെൺകുട്ടികൾ ഇങ്ങനെ വളയുന്നില്ലെന്നേ. ഞാൻ കൊറേ ട്രൈ ചെയ്തതാ, ഒരെണ്ണവും സെറ്റ് ആവുന്നില്ല. എടാ വളയ്ക്കേണ്ട പോലെ വളയ്ക്കണോടാ, അപ്പോഴല്ലേ വളയൂ. അല്ലാണ്ട് തന്നെ ഈ ചക്കനെ ചീത്താക്കിയെന്ന് പറഞ്ഞ് രേഷ്മ മോൾ എന്നെ നിലത്തിരുത്തുന്നില്ല. അപ്പൊ നീയും കൂടി അവനെ ചീത്താക്കി എടുത്തോ, അവസാനം രേഷ്മ മോൾ എന്നെ കുറ്റം പറയും. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ എന്റെ കുഞ്ഞോളെ? 7x4 എത്രയാടാ? ഊട്ടായ്പന്റെ രാജാവ്. ഇവനെ ട്യൂഷൻ എടുത്ത് എനിക്ക് വരെ വട്ടായി തുടങ്ങി. പോണോക്ക് കുണുങ്ങി കുണുങ്ങി. എന്റെ കൊച്ച് നീ അങ്ങോട്ട് സുന്ദരായല്ലോ. ഒന്ന് പോ ശാലു. എങ്ങനെയുണ്ട് കല്യാണ ചെക്കൻ? അയ്യോ ആരോഷേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് ടേട്ടൻ? ആരോഷേട്ടൻ. ഓ ആരോഷ്, അത് മതി. അയ്യോ ശാലു അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല, ഭർത്താവിനെ ഏട്ടെന്ന് തന്നെ വിളിക്കണം. ഇവിടെയുള്ള മാമന്മാരും അമ്മായിമാരൊക്കെ അങ്ങനെയാണല്ലോ. ഓ പിന്നെ ഒന്ന് പോടി, ഏട്ടാന്ന് വിളിക്കണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ ഒരു നിയമവും ഇല്ല. എന്നാലും എനിക്ക് ആരോഷേട്ടാന്ന് വിളിച്ചാൽ ഒരു സമാധാനം ഉണ്ടാകും. നീ എന്തേലും വിളിക്കേ. പെണങ്ങല്ലേ, നീ ബാക്കി ചോദിക്കേ. എന്ത് ചോദിക്കാൻ? നീ നിന്റെ ആരോഷേട്ടനെ കണ്ടോന്ന് ചോദിച്ചു, നീ കണ്ടില്ലെന്നും പറഞ്ഞു. എന്നാ വേറെന്തെങ്കിലും ചോദിക്കേ. ഓ ഈ പെണ്ണ്. ഈശ്വരത് എത്രാമത്തെ വണ്ടിയാണിത്? ആർക്കറിയാം, നീ നോക്കണ്ട, വന്നേ നമുക്ക് പബ്ജി കളിക്കാം. ഓക്കേ. അച്ഛാ ജഗു. അംബികെ അമ്മ എത്ര കാലായി കണ്ടിട്ട്. അവിടെ ജഗുവേട്ടനും മക്കളൊക്കെ നല്ല തിരക്കിലായിപ്പോയി, അതുകൊണ്ടാ വരാൻ പറ്റാതിരുന്നേ. നാത്തൂനെ സരസ്വതി. അല്ല കൈലാസം ആരോഷും എന്തേ? അപ്പൊ ജഗദീഷ് ഒന്നും പറഞ്ഞില്ലേ? അവര് ചോദിച്ചില്ല, അപ്പൊ ഞാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കൈലാസ് ആരോഷും കൂടി ഒരുമിച്ചാ വരാ. ഞങ്ങൾ എടുത്തോടത്ത് കോട്ടു സ്യൂട്ട് വേണ്ടാന്ന്, കേരള തനിമയെ തന്നെ അവന് വരണമെന്ന്. അപ്പൊ ഇവിടുത്തെ ഒരു കടയിൽ അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ട് ഒരുമിച്ച് വരാന്നും പറഞ്ഞു. ആഹാ, എന്നാ പിന്നെ കേറി വാ, ഭക്ഷണം കഴിക്കാം. ഹാ
നത്തിങ്. പിള്ളേരെ സമയം 9 മണി. എല്ലാവരും പോയി കിടന്നോ. നാളെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് റെഡി ആയണം. നാളെയാണ് നിശ്ചയം, മറക്കണ്ട. ചില്ല് അതെ, എല്ലാവരും പൊക്കോളൂ, എല്ലാവരും പോയി നിദ്ര പാലിക്കൂ. കുരുട്ടെ അടി വാങ്ങിക്കുന്നേ. ഒന്ന് പോ മുത്തശ്ശ, ഞാൻ നിന്ന് തന്നാലല്ലേ അടിക്കൂ. ഞാനോടല്ലോ, മുത്തശ്ശന്റെ കാലം വെച്ച് മുത്തശ്ശനോടാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ കറക്റ്റ് ജയേഷിന്റെ പോലെ ഉണ്ടല്ലേ. അയ്യോ എന്റെ ഏട്ടത്തി, ഞാൻ മാത്രല്ല ആ കുഞ്ഞോളും കൂടി മിക്സ് ആണെന്ന് തോന്നണത്. അവളുടെ എല്ലാ കുർത്തക്കേട് അവനുണ്ട്. മാമൂസെ കള്ളം പറയരുതേ. ഞാൻ സത്യല്ലേടി പറഞ്ഞത്. അവൻ ജനിച്ചന്ന് മുതൽ നിന്റെ ഒക്കത്തൊന്നും പോയിട്ടില്ല. അന്ന് മുതൽ ദേ ഈ 7 വയസ്സ് വരെ അവന്റെ ഈ സ്വഭാവം ഇങ്ങനെ ആക്കിയത് നീയാണ്. പിന്നെ മക്കൾക്ക് അച്ഛന്മാരെ സ്വഭാവം കിട്ടാ. ഇതെന്തായാലും മാമൂന്റെ ആണ്. ഈ കാന്താരി ഇങ്ങോട്ട് വന്ന കുഞ്ഞോളെ, അമ്മായി ചോദിക്കട്ടെ. ഹായ് അമ്മായി, നിന്റെ ചേച്ചിനെ എന്റെ മോൻ കല്യാണം കഴിക്കുന്നതിൽ വിഷമമുണ്ടോ നിനക്ക്? എനിക്കെന്തിനു വിഷമം? ആരോ ചേട്ടൻ ചേച്ചിനെ പൊന്നു പോലെ നോക്കിക്കോളും. ചേച്ചിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിൽ വിഷമമുണ്ടോ? ഹേയ്, അതിനെനിക്ക് വിഷമമൊന്നുമില്ല. എന്നാ ഓക്കെ. മതി പോ ചെന്ന് കിടന്ന് ഉറങ്ങു പിള്ളേരെ. ഈ കളവ സമ്മതിക്കില്ല. എന്തോന്നടാ? ഒന്നില്ല മുത്തശ്ശ. എന്റെ പൊന്നാദ്യം നീ കേൾക്കണം. ചില നേരത്തെ ഇങ്ങേർക്ക് ചെവി കേൾക്കൂല, ചില നേരത്തെ ഇങ്ങനെ കുറ്റം പറയുമ്പോ നല്ല കേൾവി ശക്തിയോ ഒക്കെ കേൾക്കും. നിന്റെ മുത്തശ്ശനല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കും. ഓ, അപ്പൊ നീ പറഞ്ഞത് ആ പോകുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ എന്റെ മാത്രം അപ്പൂപ്പനാന്ന്, നിന്റെ അപ്പൂപ്പനല്ലാന്ന്. അങ്ങനെയല്ല, സ്വഭാവം കണ്ടേ. ആ, അത് ശരിയാണ്. എന്തായാലും എന്റെ മുത്തശ്ശൻ ഒരു കാട്ടുകോഴിയല്ല. ഡേ, എന്റെ സ്വഭാവത്തെ നീ ചോദ്യം ചെയ്യരുത്. ഞാൻ എന്തുണ്ട് ചെയ്യുന്നത്? സ്നേഹിക്കാൻ ക്രിസ്ത്യർക്കുന്ന ഓരോ പെൺകുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അവർ ചിലരെ അക്സെപ്റ്റ് ചെയ്യും, ചിലർ വേണ്ടാന്ന് വെക്കും. അതിലെനിക്കൊന്നും ചെയ്യാനുള്ളടാ. അന്ന് രണ്ടും നിർത്തോ, ഒന്ന് കിടന്ന് ഉറങ്ങോ. എനിക്ക് ഉറക്കം വന്നിട്ടും പാടില്ല. ഈ നായ അങ്ങോട്ട് നീങ്ങി കിടക്ക്. നീങ്ങി എന്നെ കിടക്കുന്നേ. കോലം കണ്ടിട്ട് ഞാൻ തല്ലി കൊല്ലുവേ. ഓ, പിന്നെ ഇങ്ങനെ കിടക്കാനാണ്. ഒരു കാട്ടിലുകൊണ്ട് 3 എണ്ണം നിവർന്ന് കിടക്കുകയും ചെയ്യും. ഞാൻ കാലിടും. എന്നാ പിന്നെ നാളെ എൻഗേജ്മെന്റ് കൂടൂലേ? ഓ വേണ്ട, ഞാൻ ഇങ്ങനെ കിടന്നോളാം. കുഞ്ഞ് എനിക്ക് വിശക്കുന്നടി. ശാലു, നീ കുറച്ചു മുന്നല്ലേ കഴിച്ചത് ഭക്ഷണം? എനിക്കറിയാൻ പാടില്ല, എനിക്ക് നല്ല വിശക്കണടി. എന്തെങ്കിലും ഉണ്ടാക്കിത്താ. ഈ പെണ്ണ് വാ, ഒറ്റോടാ, നീ എന്റെ മുത്താണ്. എന്നാ പോവേണേ. ഹലോ മമ്മ, ഞങ്ങൾ എത്തി. ആടെ മക്കളെ, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വാതിൽ ഓർക്കാവേ. വാ പിള്ളേരെ, കേറുക. എല്ലാവരും ഉറക്കായി. പെട്ടിയൊക്കെ വണ്ടി വെച്ചാ മതി. നാളെ രാവിലെ ഞാൻ എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ശരി മാമ. മക്കളെ, ഇടത്തെ ഭാഗത്തുനിന്ന് 2ാമത്തെ മുറി കേട്ടോ. ശരി മാമ. ആരു, ഞാനെന്നാ പോയിട്ട് ബാത്ത് ചെയ്തിട്ട് വരാട്ടോ. ആടാ ചെല്ല്. അയ്യോ കുഞ്ഞ്, എനിക്ക് വയറുവേദന എടുക്കണം. ഞാനൊന്നേ ബാത്റൂമിൽ പോട്ടെ. നിനക്കിത് തന്നെ പണി, ഭക്ഷണം കഴിക്കാൻ ബാത്റൂമിൽ പോവാ. എന്ത് ചെയ്യാൻ, മനുഷ്യനായി പോയില്ലേ. ഞാൻ ബാത്റൂമിൽ പോട്ടെ. ചെല്ല്. അതാരാ?
ഈശ്വര വീട്ടില് കള്ളം കേറുന്നാ തോന്നണേ. ജഗ, ജയരാമ, ജഗദീഷ്, ജയേഷ്, സുരേഷ്, രമേശ് എല്ലാരും വാ. മനുഷ്യൻ നിങ്ങളൊന്ന് എണീറ്റ് കള്ളം കേറി തോന്നണ. ഈശ്വര എന്റെ സ്വർണം. ആ എന്നിട്ട് ഒലക്ക. ശാലു മോളെ എന്താ പ്രശ്നം? എന്തുണ്ടായേ? എന്താണ് ഉണ്ടായേ? അവളെന്നെ കണ്ടടാ. നേക്കഡ്? മോളെ ശാലു, എന്താ കൊച്ചെ പറ്റിയത്? പറ മോളെ, കള്ളനെ വല്ലതും കണ്ടോ? ഞാൻ ബാത്റൂം, തുണി അവിടെ കണ്ടു. നീ എല്ലാം കണ്ടോ? എന്ത് കണ്ടുവന്ന്? അതുന്നെ മുത്തശ്ശ, അത് പിന്നെ ഞങ്ങൾ റൂം ഒന്ന് മാറി കയറിയതാ. മാമൻ പറഞ്ഞ റൂം ഞങ്ങൾ ഇതാന്ന് കരുതി. ഓ, അത് കണ്ടിട്ട് പേടിച്ചതാണല്ലേ. ഈ കണ്ടതിന് പിടിച്ചിട്ടൊക്കെ എന്തിനാ കോച്ച് നീ പേടിക്കാൻ നിക്കണത്? എവിടെ കള്ളനെ കിട്ടിയ? എന്തേലും ഒലക്കുണ്ട്, ഞാൻ അടിക്ക. ദേ നിക്കണ അടിക്ക്. ഈശ്വര, സാവിത്രി എന്നെ നീ ഒന്ന് പിടിച്ച്. മോരെ, എന്തിനാടാ നീ മോഷ്ടിച്ചത്? നമ്മൾ കോടീശ്വരന്മാരാണ്, പക്ഷെ പിച്ചക്കാരല്ല. അത് നീ ഓർക്കണായിരുന്നു. നിനക്ക് വേണ്ടിയല്ല അച്ഛൻ ഇത്രയും സമ്പാദിച്ചത്. എന്നിട്ട് നീ ഇങ്ങനൊരു ചതി ചെയ്യുന്നു അച്ഛൻ വിചാരിച്ചില്ല. ആ 5 ഏക്കർ ഭൂമി ഞാൻ നിനക്ക് വേണ്ടിയല്ലേ വാങ്ങിച്ചത്. എന്നിട്ട് നീ നിന്റെ അമ്മയുടെ വീട്ടിൽ വന്ന് ഈ വൃത്തികേട് കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സാവിത്രി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നമ്മുടെ മോനൊന്നല്ല, അവൻ വീട്ടിൽ വന്നപ്പോ ആ പിള്ളേരെ കണ്ടത് പേടിച്ച് അത്ര ഉള്ളു. ഇവിടെ വാ. അയ്യേ, അതിനായിരുന്നാ? അപ്പൊ ഈ ഒലക്ക നിങ്ങൾ തലക്കടിച്ച് ചാവ്. ഓ, എന്താണ് ഇവിടെ നടന്നത്? എല്ലാ ആഴ്ചകളും പോയി കിടന്നുറങ്ങി. നാളെ ഇവിടെ പരിപാടി നടക്കാൻ പോവാ. ചെല്ല്. ശാലു, ഒന്ന് ഇനങ്ങടി. എന്തേ? അല്ല, നീ ഒന്ന് കിടക്ക് വന്ന്. കിടക്ക. അയ്യോ, എന്തേടി? ഞാൻ അപ്പിയിട്ടില്ല, പോയി അപ്പിയിട്ടിട്ട് വരാം. എന്റെ പൊന്ന് കാർത്തി, മതിയിടാ, കുറച്ച് എനിക്ക് താടാ. എടാ, അതിന് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല. വരട്ടെ, ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തരാ. ഇത് തന്നെ നീ 1/2 മണിക്കൂറായിരുന്നു പറയാൻ തുടങ്ങിട്ട്. വേഗം ഇങ്ങോട്ട് താടെ പന്നി. അയ്യോ, എന്തൊരു കച്ചറ പിള്ളേരോട്. ഒന്ന് വേഗം ചെയ്തിട്ട് തരോ, എനിക്ക് തേക്കാനുള്ളതാണ്. ആടിയെ, 1 മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് ഇപ്പൊ തരാ. ഇനി നീ 1 മിനിറ്റ് പറഞ്ഞാ ചരണേ, നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. ഇല്ല, കഴിഞ്ഞു. വെളുപ്പാങ്കാലത്ത് എന്തൊരു തണുപ്പ്. എടാ, എന്റെ ഇവിടെ വെച്ച ഷഡ്ഡി ഉണ്ടോ? ഏത് ചൊമ്പയമ്മ പുള്ളിയുള്ളതാണോ? അതെ. അത് ഞാൻ ഇട്ടടാ. പട്ടി, അതിന്റെ പുതിയ ഷഡ്ഡിയാടാ. സോറി മാൻ, പുതിയത് എവിടെ കണ്ടാലും ഞാൻ എടുക്കും. എടാ ദാരിദ്ര്യം പിടിച്ചവനെ, നീ ഗൾഫിൽ നിന്ന് തന്നെയാണോ വരുന്നത്? എന്താടാ അങ്ങനെ ടോക്ക്? പിന്നെ ഷഡ്ഡി കാണാത്ത പോലല്ലേ വന്നിട്ട് എന്റെ പുതിയത് എടുത്തിട്ട് പോയത്. ഞാൻ എന്തിടും? ആ സൂപ്പർമാന്റെ ഷഡ്ഡി ഇട്ടോ. സൂപ്പർമാൻ എങ്കിൽ സൂപ്പർമാൻ. അതെന്റെ ഷഡ്ഡി. എന്റെ സൂപ്പർമാൻ ഞാൻ തരൂല. ഇതെന്ത് കടിക്കോ? ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കാം. ഇതെവിടെയാണ് മണിയടി? ഏതമ്പലത്തിലാണവ പൂജ? മുത്തശ്ശോയ്, എന്താണ്ടാ? ഷഡ്ഡി എന്താടാ? നിനക്ക് എന്നെ കണ്ടിട്ട് കളിയാക്കാൻ തോന്നുന്നുണ്ടാ? എന്താ മുത്തശ്ശ? എടാ, ഞാൻ ഷഡ്ഡി ഇടാറുണ്ടോ? കോടകല്ലേ? മൈ മിസ്റ്റേക്ക്. നിന്റെ തന്തയോട് പോയി ചോദിക്കടാ, അവന്റെ ഉണ്ടാവും. അത് ശരിയാണ്. ഏട്ടാ, ഇത് ഏതമ്പലത്തിലാ പൂജ? മണി അടിക്കണുണ്ടല്ലോ. നാഗക്കാവിലെന്തോ പൂജ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ അവിടെ നിന്ന് വരണതായിരിക്കും. ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതെന്റെയാ, ഇതെനിക്ക് വേണം. ഇത് ഞാനങ്ങ് എടുക്കുവാ. ഡാടാ, അതെന്റെ പുതിയ ഷെഡിയുടെ എന്റെ ലച്ചു വാങ്ങിച്ചു തന്നതാടാ. സോറി ഡാഡി, കോളാച്ചൻ പഴയതിട്ടോ. ഇങ്ങോട്ട് തരാനല്ലേ പന്നി പറഞ്ഞത്? തരാടാ. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു ചേച്ചി, കുറെ നേരം ഇവന്മാര് തുടങ്ങിയിട്ട് ഇത് ഇന്നൊന്നും തീർന്നു തോന്നണില്ല. ഇവന്മാരെ ഞാനിന്ന് ആദിക്കുട്ടാ. അയ്യോ, വേണ്ട, ഞങ്ങ തരാം. എടുത്തെടുത്തു. അതെനിക്ക് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചെന്നാ മതി. ഞാൻ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. പെൺകുട്ടിയെ വിളിച്ചോളൂ. കുഞ്ഞി വാ.
ഇനി രണ്ടുപേരും മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കോളൂ. അപ്പൊ വരുന്ന വൃശ്ചിക നാളിൽ 22-ാം തീയതി തമ്പിയാർ മഠത്തിലെ ജഗന്നാഥിന്റെയും അംബികയുടെയും മകനായ ആരോസ് തമ്പിയുടെയും പരേതരായ പ്രകാശിന്റെയും സരസ്വതിയുടെയും മകളായ ബാസുരി പ്രകാശിന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. അച്ഛാ പാർത്തം വിളിച്ചിരുന്നു. ജനാർദ്ദന അയാളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാരും കൂടെ ആയിട്ട് നിശ്ചയം അങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണെന്ന്. അവർ ആഘോഷിക്കട്ടെടാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉത്സവത്തിന് വരുമല്ലോ, അപ്പൊ കാണാം. തിരുമേനി, ഈ ജാതകത്തിന് ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ ജനാർദ്ദന. എന്ത് പ്രശ്നം തിരുമേനി? ഇതൊരു പുനർജന്മം പോലെ. തിരുമേനി, ഇതിനെന്തിനും പ്രതിവിധി? ഇല്ലങ്കോടത്തൊരു തിരുമേനി ഉണ്ട്. അദ്ദേഹത്തെ പോയി ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ശരി തിരുമേനി, അതുവരെ എല്ലാ കാര്യങ്ങളും താൻ നിരീക്ഷിക്കണം. തീർച്ചയായും.